എനിക്കൊന്ന് ഇതിന് രണ്ടിനുണ്ടല്ലോ മാറ്റി സെപ്പറേറ്റ് ഇട്ടേക്കുവാണ്. What month is it today? Is it January? ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് മൈ ചാനൽ മലയാളി ഫ്രം യു കെ. അപ്പോൾ മലയാളി ഫ്രം യു കെ ഇന്ന് നിങ്ങൾക്ക് മുന്നിൽ എത്തിക്കുന്നത് ഒരു നല്ല അടിപൊളി പിക്നിക് വീഡിയോയാണ്. ബാങ്കം സൂവിലേക്കാണ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത്. ബാൻഗം സൂവിൽ ഒരുപാട് കാഴ്ചകളാണ് കാണാനുള്ളത്. നമ്മൾ ബാൻഗം സൂവിലോട്ട് എൻട്രി ചെയ്താൽ നമുക്ക് അതിമനോഹരമായ ഒരു പാർക്കിംഗ് സൗകര്യം അവിടെ ലഭ്യമാണ്. ഫ്രീ പാർക്കിംഗ് ആണ്. അപ്പം നമ്മൾ ഇവിടേക്ക് വരുമ്പോൾ ടിക്കറ്റ് ഓൺലൈനിൽ ബുക്ക് ചെയ്തിട്ട് വേണം വരാൻ വേണ്ടിയിട്ട്. അതിനുശേഷം നമ്മൾ വണ്ടി പാർക്ക് ചെയ്തതിന് ശേഷം നേരെ നമ്മൾ ചെല്ലുന്നത് ഫസ്റ്റ് ഗേറ്റിൽ ഒരു കൗണ്ടർ കാണാം. അവിടെ നമ്മൾ എൻട്രി ചെയ്താലുടൻ അവിടെ ആ കൗണ്ടറിൽ നമുക്ക് £1 കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു ഗൈഡ് കിട്ടുന്നതായിരിക്കും. ആ ഗൈഡിൽ നമ്മൾ ഏതെല്ലാം സ്പോട്ടുകളാണ് അവിടെ ഉള്ളത്, അതായത് നമുക്ക് കാണാനുള്ള ഓരോരോ സ്പോട്ടുകൾ, കുറേയേറെ സ്പോട്ടുകൾ അവിടെ ഉണ്ട്. 20-ൽ പരം സ്പോട്ടുകൾ. വൈൽഡ് ആനിമൽ സൂ ആണ് ബാങ്കം സൂ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഒരുപാട് സ്പോട്ടുകൾ അവിടെ കാണാനുണ്ട്. അപ്പോൾ നമുക്ക് ഈ തരുന്ന ഗൈഡിൽ നമുക്ക് ആ സ്പോട്ടിലേക്ക് പോകാനുള്ള ഓരോരോ വഴികൾ കൃത്യമായിട്ട് ആ ഗൈഡിൽ കൊടുത്തിട്ടുണ്ട്. അതനുസരിച്ച് വേണം നമ്മൾ മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ കുട്ടികളുമായി ഫാമിലിയുമായി ഒന്നിച്ച് പോകാൻ പറ്റിയ ഒരു സ്പോട്ട് തന്നെയാണ് ബാൻഗം സൂ. നമുക്ക് നമ്മുടെ മനസ്സിന് കൗതുകമേറുന്ന ഒരുപാട് കാഴ്ചകളാണ് നമുക്കവിടെ കാണാനുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് കാണാമല്ലോ, ഞാനും എൻ്റെ വൈഫും കുഞ്ഞുമായിട്ടാണ് ഈ പിക്നിക് വീഡിയോ പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങൾ അവിടെ എത്തി. ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമായി ആ സ്പോട്ട്. വളരെ നല്ല സ്പോട്ടാണ്. നമുക്ക് കാണാൻ പറ്റിയ വളരെ നല്ല സ്പോട്ട് തന്നെയാണ് ബാങ്കം സൂ. അപ്പോൾ നിങ്ങൾ കാഴ്ചകൾ കണ്ടോളൂ. നല്ല നല്ല കാഴ്ചകൾ നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ കാഴ്ചകളെല്ലാം ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ എൻ്റെ വീഡിയോ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. നമ്മൾ ഇതുപോലെ തന്നെ ഒരുപാട് വളരെ അതിമനോഹരമായ കാഴ്ചകൾ നിങ്ങൾക്ക് മുന്നിൽ എത്തിക്കുന്നതായിരിക്കും. പിന്നെ എനിക്ക് ഈ കാഴ്ചകൾ ഫുള്ളായിട്ട് കാണാനുള്ളൊരു സമയമൊന്നും കിട്ടിയില്ല. എന്തെന്ന് വെച്ചാൽ കുഞ്ഞ് ഒരു 3-4 മണിക്കൂർ കഴിഞ്ഞപ്പോൾ കൊച്ചു ഭയങ്കര ബഹളമായിരുന്നു. അതുകൊണ്ട് നമുക്ക് നല്ല രീതിയിൽ അത് കാണാനുള്ള ഒരു ഇത് കിട്ടിയില്ല. ഒരിക്കൽ കൂടി എനിക്ക് പോകണം ഫുള്ളായിട്ടൊന്ന് കാണണമെങ്കിൽ. അപ്പോൾ നമ്മൾ കണ്ട കാഴ്ചകളെല്ലാം നിങ്ങൾക്ക് മുന്നിൽ എത്തിക്കുകയാണ്. നിങ്ങൾ ഇത് ഫുള്ളായി വാച്ച് ചെയ്യുക. വാച്ച് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ബാങ്കം സൂവിനെ കുറിച്ച് ഒരു ഐഡിയ കിട്ടും. ഇത് കറക്റ്റ് നോർവിച്ച് റോഡിലാണ് ഈ ബാങ്കം സൂ സ്ഥിതി ചെയ്യുന്നത്. അപ്പം നമുക്ക് അവിടെ റഷോ കാര്യങ്ങളോ ഒന്നുമില്ല. നമ്മൾ പോകുന്ന വേ ഒക്കെ വളരെ നല്ല ഒരു വേ കൂടെ തന്നെയാണ് നമ്മൾ പോകുന്നത്. നമുക്ക് നല്ലൊരു സ്പോട്ട് തന്നെയാണിത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ നിങ്ങൾ ഫുള്ളായി വാച്ച് ചെയ്യുക. വാച്ച് ചെയ്തിട്ട് നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായവും കാര്യങ്ങളും എല്ലാം കമൻറ്റിലൂടെ അറിയിക്കണം. അപ്പോൾ ഫുള്ളായി വാച്ച് ചെയ്യൂ. കുറച്ച് ഭാഗത്ത് അങ്ങോട്ട് നോക്കടാ. അത് ഹലോ. പിന്നെ എന്താണിത്? മോനെ എന്താന്ന് നോക്കി.
എന്താണ് എന്താണ് നാടോ ഇതേപോലെ എങ്ങോട്ട് നോക്കി അതെന്തോ നോക്കി എന്താ ആടെ താഴെ താഴെ നോക്ക് താഴോട്ട് നോക്കാ നമ്മളെ നാട്ടിലെ പന്നിയിലിയാ വേണ്ടത് ഇവിടെ എന്തോ അതൊന്നും ഇല്ലല്ലോ ഇതാണ് നമ്മുടെ നാട്ടിലെ പന്നിയിൽ പെരിച്ചാഴി പെരിച്ചാഴിയാ മോനെ അമലോ ആപ്പ് നോക്കി അമലോ എല്ലായിടത്തും പോകണം കേട്ടോ അമലോ വേണ്ട നാട്ടിൽ സിന്ധിപ്പശു ഇവരൊക്കെ ഇതൊക്കെ ആദ്യമായിട്ട് കാണും ആണ് നാട്ടിലെ സിന്ധിപ്പശു കൊമ്പ് മാത്രമേ ഉള്ളൂ കേട്ടോ എനിക്കത് കൊമ്പ് ഒട്ടിരാന്നൊരു സംശയമുണ്ട് കൊമ്പൊട്ടി ആ കൊമ്പൊട്ടിരാന്ന് തോന്നുന്നു കേട്ടോ അങ്ങോട്ടില്ല കേട്ടോ നമ്മൾ യൂട്ടൺ അടിക്കണം കറക്റ്റ് എല്ലാം കാണാൻ പറ്റണം കേട്ടോ ആപ ഞാൻ നിന്നെ ഏൽപ്പിച്ചു എനിക്കറിയില്ല ഇതിൻ്റെ ഉള്ളിലെ കാഴ്ചകളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ ഒരു അടിപൊളി ഒരു സാധനം ഇരിക്കുന്നു ഹലോ ഹലോ ഇങ്ങോട്ട് കയറുന്നില്ലേ വിഹാൻ Sometimes you can pay a pound, you can actually feed them with your hand, can't you? പറയാലോ ഇവിടെ
ഇത് എക്സോട്ടിക് അടി. ഒരെണ്ണേ ഉള്ളു അല്ലേ? ഒരു പാമ്പേ ഉള്ളൂ. ടച്ച് ചെയ്യാൻ പറ്റുമോ? പിന്നെ ഇങ്ങോട്ടേക്ക് വരുന്ന ആൾക്കാരോട് പ്രത്യേകം പറയാനുള്ളത്, നിങ്ങൾ ടിക്കറ്റ് എടുക്കുമ്പോൾ ഓൺലൈൻ വഴിയാണ് ഇതിൻ്റെ ടിക്കറ്റും കാര്യങ്ങളൊക്കെ എടുക്കേണ്ടത്. പക്ഷേ ഇവരുടെ സൈറ്റിൽ കയറി എടുക്കുമ്പോൾ നമുക്ക് അഡൾട്ടിന് എങ്ങാണ്ട് 20 പൗണ്ടും 3 പേര്, ഞങ്ങൾ 3 പേരുണ്ടായിരുന്നു. അപ്പം അഡൾട്ടിനും കുഞ്ഞിനും കൂടെ ചേർന്ന് ഈ സൈറ്റിൽ കാണിച്ചിട്ടുള്ളത് 60 സംതിങ് പൗണ്ടായിരുന്നു. അപ്പോൾ അന്ന് ഞാൻ ടിക്കറ്റ് എടുത്തത് picnic.com എന്ന് പറയുന്ന ഒരു സൈറ്റിൽ കയറിയാണ് എടുത്തത്. അതുവഴി എടുത്തപ്പോൾ എനിക്ക് 41 പൗണ്ടിന് ടിക്കറ്റ് ലഭിച്ചു. അപ്പോൾ നിങ്ങൾക്ക് ഇവിടേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർ നിങ്ങൾ ഇങ്ങനെയുള്ള സൈറ്റുകളിൽ കയറിയിട്ട് മാത്രം ടിക്കറ്റ് എടുക്കുക. അതാകുമ്പോൾ ഇവരുടെ സൈറ്റിൽ നിന്ന് എടുക്കാതെ നമ്മൾ ഇങ്ങനത്തെ സൈറ്റുകളിൽ കയറുമ്പോൾ നമുക്ക് ഒരുപാട് ടിക്കറ്റ് ചാർജ് കുറഞ്ഞ് കിട്ടുന്നതായിരിക്കും. നിങ്ങൾ ഈ കയറേക്കൂടെ പോകുന്ന ആശാനെ കണ്ടോ? ഈ ഒരു സ്പോട്ടിലോട്ട് ഞങ്ങൾ എൻട്രി ചെയ്ത ഉടനെ ഈ ആശാനെ കാണുന്നില്ല. കുറേ സംഭവങ്ങളിങ്ങനെ അവിടെ കാണാനുണ്ടായിരുന്നു. അതെല്ലാം കണ്ട് ഇങ്ങനെ കറങ്ങി ഇങ്ങനെ വരുമ്പോൾ എൻ്റെ വൈഫും കുഞ്ഞും ഫ്രണ്ടിലോട്ട് നടന്നു പോയി. അപ്പോൾ ഞാനിങ്ങനെ നടന്നു വരുമ്പോൾ ഈ ആശാനെ ഞാൻ കണ്ടില്ല. ഞാൻ നോക്കുമ്പോൾ എൻ്റെ തലയുടെ അവിടുന്ന് കുറച്ചങ്ങോട്ട് മാറി ഈ ആശാന ഇരിപ്പുണ്ടായിരുന്നു. ഞാൻ നോക്കുമ്പോൾ എനിക്ക് നേരെ ഇങ്ങനെ കയറിക്കൂടെ വലിഞ്ഞ് വരുവാണ്. അപ്പോൾ എനിക്ക് അടുത്ത് ആ സ്പോട്ടിൽ കിട്ടി. അപ്പോൾ എടുത്ത വീഡിയോ ആണത്. അപ്പോൾ അവിടെ അടുത്തുള്ള ആൾക്കാരൊക്കെ കാണുന്നുണ്ട് ഈ ആശാൻ ഇങ്ങനെ നടന്ന് തൂങ്ങി വരുന്നത്. നല്ല രസമാണ് ഈ പുള്ളീനെ കാണാൻ വേണ്ടിയിട്ട്. അപ്പം ഈ ആശാൻ്റെ പേരറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്തേക്കുക. അപ്പോൾ നല്ല ഈ ഒരു സ്പോട്ട്, ഞാൻ ഈ പറഞ്ഞ ഈ ആശാനെ കണ്ട സ്പോട്ടെന്ന് പറയുന്നത് വളരെ നല്ല ഒരു സ്പോട്ടാണ്. നമുക്ക് ഇതിൻ്റെ അകത്ത് കയറുമ്പോൾ വല്ലാത്തൊരു ആംബിയൻസാണ്, വല്ലാത്തൊരു സൗണ്ടും കാര്യങ്ങളും, വെള്ളം പോകുന്ന സൗണ്ടും കാര്യങ്ങളും. അതാണ് നിങ്ങൾ ഈ വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിൽ ആ വെള്ളം പോകുന്ന സൗണ്ടുകളൊക്കെ കണ്ടില്ലേ, അതെല്ലാം ഇതിൻ്റെ അകത്തുള്ളതാണ്. വളരെ നല്ലൊരു ആംബിയൻസാണ് ഇതിൻ്റെ അകത്തുള്ളത്. അപ്പം നമുക്ക് അവിടെ ആശാൻ 2 പേരുണ്ട്, ഒരാണും ഒരു പെണ്ണും അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ നല്ലൊരു സ്പോട്ട് തന്നെയാണ്. ഇതുപോലെ ഒരുപാട് പ്ലേസ് അതിൻ്റെ അകത്ത് ഉള്ളിൽ തന്നെ ഉണ്ട്, വൈൽഡ് ആനിമലിൻ്റെ ഒരുപാട് സ്പോട്ടുകൾ. അപ്പം നമുക്ക് ഇനിയും ഒരുപാട് കാഴ്ചകൾ ഇതിനകത്ത് കാണാനുണ്ട്. ഞങ്ങൾ ഒരു 12 അല്ലെങ്കിൽ 15 സ്പോട്ടുകൾ മാത്രമേ കണ്ടിട്ടുള്ളൂ. ഇനിയും അതിൻ്റെ അകത്ത് ഒരുപാട് പ്ലേസസ് കാണാനുണ്ടായിരുന്നു. കുഞ്ഞിൻ്റെ ബഹളം മൂലം നമുക്കത് കാണാൻ സാധിച്ചില്ല. അപ്പോൾ ഇനി ഒരിക്കൽ കൂടി ഞാൻ എൻ്റെ ഫാമിലിയായിട്ട് പോകും ഇവിടെ. അത് തന്നെയല്ല, ഞങ്ങൾ പോകുന്ന സമയത്ത് നല്ല റെയിനി ആയിട്ടുള്ള ഒരു ഡേ ആണ് പോയത്. ഓൾറെഡി ടിക്കറ്റും ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ക്യാൻസൽ ചെയ്യാൻ പറ്റില്ലായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ പിന്നെ അങ്ങ് പോയി. പക്ഷേ ചെറിയ ഒരു റെയിനി ഡേ ആയിരുന്നു. നമുക്ക് ചില ടൈം മഴ പെയ്യും, ചില ടൈം പെയ്യില്ല, അങ്ങനെ ഒരു ഇതായിരുന്നു അന്നത്തെ ദിവസം. അതുകൊണ്ടൊരു അസൗകര്യം ഉണ്ടായിരുന്നു. പിന്നെയും നല്ലൊരു വെയിൽ, ഇനി ആൾക്കാർ പോകുമ്പോൾ നല്ലൊരു വെയിലുള്ളൊരു ദിവസം പോയി കാണുക. നല്ല സ്പോട്ടാണ്, നല്ല അടിപൊളി സ്പോട്ടാണ്. അതിൻ്റെ അകത്ത് പിന്നെ നമുക്ക് എന്തെങ്കിലും കഴിക്കാനും ഒക്കെ ആയിട്ടുള്ള സൗകര്യങ്ങളുണ്ട്, ഷോപ്പുകളുണ്ട്, എല്ലാ സജ്ജീകരണങ്ങളും അതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട്. അതിനൊക്കെ നമ്മൾ സെപ്പറേറ്റ് പേ ചെയ്യണം.
അപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതൊക്കെ കണ്ടില്ല, നല്ല നല്ല കാഴ്ചകളാണ്, നിങ്ങൾ കണ്ടല്ലോ അല്ലേ. അപ്പോൾ നിങ്ങൾ കാണുക. പിന്നെ അതിൻ്റെ അകത്ത് കുറേ കുരങ്ങന്മാർ മരത്തിൽ കയറിയിരുന്ന് ഭയങ്കര സൗണ്ട് ഉണ്ടാക്കുന്നു. അയ്യോ, ഒരുപാട് ഭയങ്കര സൗണ്ട്. ഇതൊക്കെ നമുക്ക് ഇംഗ്ലീഷ് മൂവിയിലൂടെയൊക്കെ കാണാൻ സാധിക്കുന്നുള്ളൂ, ഇതുപോലത്തെ സൗണ്ടുകളും കാര്യങ്ങളും. പണ്ടത്തെ ഒരു പടം ഉണ്ടല്ലോ, ജുറാസിക് പാർക്ക്, അതിൻ്റെ അകത്ത് ഒരുപാട് സൗണ്ടുകളും കാര്യങ്ങളും ഒക്കെ നമുക്കിങ്ങനെ കേൾക്കാമല്ലോ. അതേ ഒരു ഫീലിംഗ്, കൂ എന്നും പറഞ്ഞിങ്ങനെ കൂവുന്ന ഒരുപാട് സൗണ്ടുകളാണ് ഇതിൻ്റെ അകത്ത് കേൾക്കാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഫുള്ളായി വാച്ച് ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. കാരണം വെച്ചാൽ ഒരുപാട് എഫേർട്ട് എടുക്കുന്നുണ്ട് ഈ വീഡിയോക്കൊക്കെ. അപ്പോൾ നമ്മുടെ 2 മാസത്തിന് ശേഷം ആണ് നമ്മൾ പിന്നെയും ഈ ചാനലിലോട്ട് ആക്റ്റീവായിട്ട് വരികയാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഫുള്ളായി വാച്ച് ചെയ്യുക. കുരങ്ങൻ്റെ സൗണ്ടാണ് നിങ്ങൾ കേട്ടോണ്ടിരിക്കുന്നത് കേട്ടോ. എന്നാ സൗണ്ടാണ് നോക്കിയേ. Work experience. And I was excited every year. ഓൾറെഡി കാണാൻ പറ്റുമോ? വാ. പോകാന്ന് പറഞ്ഞില്ലേ? ടൈഗർ ഉണ്ട് ഇവിടെ. ലുക്ക് ചെയ്യാ, നോക്ക്, ടൈഗർ ഉണ്ടെന്ന് ഇവിടെ.
കയ്യിൽ കൊത്തുക. വെയിറ്റ് ചെയ്യുമോ അത് മാറി അവിടേക്ക് അതിൻ്റെ ആ കാലിൻ്റെ മാർക്ക് കണ്ടോടി. ഒത്തിരി കാണാനുണ്ട്. വിഹാൻ ഡോൾഫിനാണോ അത്? പെൻഗിനാണോ? പെൻഗിനെ വാടാ മോനെ. അപ്പോൾ ഇനിയും നല്ല അതിമനോഹരമായ ഒരു വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് മുന്നിൽ എത്തുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. എല്ലാ സപ്പോർട്ടും മലയാളി ഫ്രം UK നിങ്ങൾ തരിക. നല്ല നല്ല വീഡിയോസ് ഇനിയും കുക്കിംഗ് വീഡിയോയും ഇതുപോലുള്ള പിക്നിക് വീഡിയോയും ഒക്കെ ഞാൻ നിങ്ങൾക്ക് മുന്നിൽ എത്തിക്കുന്നതായിരിക്കും. അപ്പോൾ മലയാളി ഫ്രം UK, താങ്ക് യു.